ഹലോ, അപ്പോൾ ഞാൻ രാവിലത്തെ വിശേഷങ്ങളുള്ള ചെറിയൊരു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത്. മോർണിംഗ് തന്നെ എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ കുട്ടി എഴുന്നേറ്റിട്ടില്ല, ഇതിനുള്ള ടൈം ആവുന്നേ ഉള്ളൂ. നല്ല ഉറക്കത്തിലാണ്. ഇന്ന് ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാത്രിക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണക്കമീൻ ഉണ്ടല്ലോ, മാന്തൾ, അത് തേങ്ങ അരച്ച് വെച്ചതും അതുപോലെ തന്നെ പപ്പായ ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്, അതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, അത് തേങ്ങ ഒഴിച്ചെടുക്കുക അത്രയേ ഉള്ളൂ. പിന്നെ പപ്പായ ഉപ്പേരി ഓൾറെഡി ആയിട്ടുണ്ട്, അത് ഇനി വറവിട്ടെടുത്താൽ മതി. അതുപോലെ കഴിക്കാനുള്ള ഉപ്പുമാവും ആയി കേട്ടോ, റവ ഉപ്പുമാവ് അതുമായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി മോൾക്കുള്ള മീനും കൂടെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കറിക്ക് എടുത്തപ്പോൾ കുറച്ച് അവൾക്കും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണക്കമീനത്തെ ഉപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ വേഗം പോയി കിട്ടും കേട്ടോ. കാരണം അത്രയ്ക്കും ഉപ്പുള്ളൊരു സംഭവമാണല്ലോ ഉണക്കമീൻ. അത് കഴിഞ്ഞ് ഞാൻ കുട്ടിയുടേതും കൂടെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. രാത്രിക്കും ഇത് തന്നെ കേട്ടോ ഞങ്ങൾ എടുക്കുക. അതായത് രാത്രിക്കായിട്ട് കുക്ക് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി കുക്കിംഗ് പറഞ്ഞ സംഭവമല്ല കേട്ടോ. ഇനി ഒരു 4 മണി 4:30 അല്ലെങ്കിൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ചായ വെക്കാനേ ഉണ്ടാവുള്ളൂ. വേറെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതോടെ അടുക്കള ക്ലോസ്ഡ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കാർത്തിക ദീപം തെളിയിച്ചിട്ടുണ്ടായിരുന്ന ചിരാതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാഷ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിറ്റേ ദിവസം വാഷ് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി വെച്ചു. അതുപോലെ വിളക്കും എല്ലാം കഴുകി വെച്ചു കേട്ടോ. എന്നിട്ട് അതൊക്കെ പാടെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ്. ഇനി വെയിലത്ത് വെക്കണം കേട്ടോ. അപ്പോൾ മോള് നീച്ചിട്ടുണ്ട്. അവൾക്ക് രാവിലെ കഴിക്കാൻ ഉപ്പുമാവ് കൊടുത്തു കേട്ടോ. പിന്നെ പോകുന്ന ടൈമിൽ ചോറും കൊടുത്തു കേട്ടോ. അവൾ ഇരിക്കുന്ന ഈ ഷീറ്റ് ഉണ്ടല്ലോ, അതായത് ഞങ്ങളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. കുട്ടികളൊക്കെ മൂത്രമൊഴിച്ചാൽ നമ്മുടെ ബെഡിലേക്ക് ആവാണ്ടിരിക്കാനുള്ള ഒരു സേഫ്റ്റി കവറാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് അവളെ ബാലവാടിക്ക് വിട്ടു കേട്ടോ. അവൾ ബാലവാടി പോയതിന് ശേഷം ഞാൻ കുറച്ച് മുളക് ഉണക്കാനിടാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ അത് വെയിലുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ഇട്ടു. അതുപോലെ തന്നെ ചിരാതുകളൊക്കെ ഒരു പേപ്പർ വെച്ചിട്ട് അതും ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചു കേട്ടോ. അത് വിളക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചു. ആ ഭാഗത്തേക്കൊക്കെ വെയിൽ വരുന്നേ ഉള്ളൂ കേട്ടോ. ടൈം 10-10:30 ആവാനായെങ്കിലും വെയിലൊക്കെ നേരെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ.